എല്ലാവർക്കും സ്വാഗതം. ഞാൻ റൂത്ത് ജോൺസൺ. നമുക്ക് ഇംഗ്ലീഷ് പറഞ്ഞു പറഞ്ഞു പഠിക്കാം. നിങ്ങൾ ഈ 2 സെന്റൻസുകൾ കണ്ടോ? ബാബു മുംബൈയിലായിരുന്നപ്പോൾ ചെയ്തിരുന്ന ഒരു കാര്യത്തെ പറ്റി ഇവിടെ പറയുകയാണ്. When Babu was in Mumbai, he used to play cricket every weekend. But now he doesn't have time. ബാബു മുംബൈയിലായിരുന്നപ്പോൾ എല്ലാ വീക്കെൻഡിലും, അതായത് ശനിയാഴ്ചയും ഞായറാഴ്ചയും ക്രിക്കറ്റ് കളിക്കായിരുന്നു. പക്ഷെ ഇപ്പോൾ ആളിന് സമയമില്ല. ഇതേ കാര്യം നമുക്ക് മറ്റൊരു രീതിയിലും പറയാൻ പറ്റും. ദാ ഇങ്ങനെ വുഡ് ഉപയോഗിച്ച്. When Babu was in Mumbai, he would play cricket every weekend. But now he doesn't have time. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി. പണ്ട് പതിവായി ചെയ്തിരുന്ന കാര്യത്തെപ്പറ്റി പറയാൻ യൂസ് ടു ഉപയോഗിക്കാം, വുഡും ഉപയോഗിക്കാം. When Babu was in Mumbai, he would play cricket every weekend. അല്ലെങ്കിൽ when Babu was in Mumbai, he used to play cricket every weekend. ഇവിടം വരെ ഓക്കെ ആണല്ലോ. എന്നാൽ ഈ എക്സാമ്പിൾ ഒന്ന് നോക്കിയാലോ. എൻ്റെ അമ്മ എന്നെ എന്നും ഫോണിൽ വിളിക്കുമായിരുന്നു, പക്ഷെ ഇപ്പോൾ വിളിക്കാറില്ല. അപ്പൊ നമുക്ക് പറയാമല്ലോ, മൈ മദർ യൂസ് ടു കോൾ മീ ഡെയിലി. മൈ മദർ യൂസ് ടു കോൾ മീ ഡെയിലി. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ കണ്ടതുപോലെ യൂസ് ടുവിന്റെ സ്ഥാനത്ത് വുഡ് ഉപയോഗിച്ചെന്നൊന്ന് പറഞ്ഞു നോക്കിയാലോ. മൈ മദർ വുഡ് കോൾ മീ ഡെയിലി. ശരിയായില്ല. ഇവിടെ എന്തോ ഒരു കുറവില്ലേ? എന്താണെന്നറിയാമോ? പണ്ട് പതിവായി നടന്ന കാര്യങ്ങൾ പറയാൻ നമ്മൾ വുഡ് ഉപയോഗിക്കുമ്പം അതേത് സന്ദർഭത്തിലാണ് നടന്നിരുന്നത് എന്നുകൂടി നമുക്ക് പറയേണ്ടി വരും. അപ്പൊ നമുക്ക് ഈ സെന്റൻസ് എങ്ങനെ ശരിയാക്കാം? ഏത് സാഹചര്യത്തിലാണ് അമ്മ വിളിച്ചിരുന്നതെന്ന് പറഞ്ഞാൽ മതി. സാഹചര്യം സാഹചര്യം ഞാൻ ഹോസ്റ്റലിൽ താമസിച്ചിരുന്ന സമയത്ത്. When I was staying in the hostel, my mother would call me daily. എന്ന് പറഞ്ഞാൽ സംഗതി ശരിയാവും. ഞാൻ ഹോസ്റ്റലിൽ താമസിച്ചിരുന്ന സമയത്ത് അമ്മ എന്നും എന്നെ വിളിക്കുമായിരുന്നു. When I was staying in the hostel, my mother would call me daily. ഇത് തന്നെ യൂസ് ടു വെച്ചിട്ടും പറയാം. When I was staying in the hostel, my mother used to call me daily. അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. പണ്ട് ചെയ്തിരുന്ന ഒരു കാര്യത്തെ പറ്റി പറയാനായിട്ട് യൂസ് ടു ഉപയോഗിക്കുമ്പം ഇന്ന സമയത്ത് എന്ന് പറഞ്ഞാലും പറഞ്ഞില്ലേലും നമുക്കറിയാം നേരത്തെ ചെയ്തിരുന്ന കാര്യമാണ്, പക്ഷെ ഇപ്പൊ ചെയ്യുന്നില്ല എന്നോ. എന്നാൽ ഇതേ കാര്യം പറയാനായിട്ട് വുഡ് ഉപയോഗിക്കുമ്പം ഏത് സാഹചര്യമാണെന്ന് ഒരു ക്ലൂ പറഞ്ഞില്ലെങ്കിൽ അതൊരു അപൂർണമായിട്ടുള്ള സെന്റൻസ് ആയി പോകും. ഒരു എക്സാമ്പിൾ കൂടെ നമുക്ക് നോക്കാം. അവള് നേരത്തെ വൈകുന്നേരങ്ങളിൽ ട്യൂഷൻ എടുക്കുമായിരുന്നു, ഇപ്പൊ എടുക്കുന്നില്ല കേട്ടോ. ഷീ യൂസ് ടു ടേക്ക് ട്യൂഷൻസ് ഇൻ ദി ഈവനിങ്സ്. ഈ സെന്റൻസ് ശരിയാണോ തെറ്റാണോ? ഈ സെന്റൻസ് ശരിയാണ്. ഷീ യൂസ് ടു ടേക്ക് ട്യൂഷൻസ് ഇൻ ദി ഈവനിങ്സ്. ഇനി ഈ സെന്റൻസോ യൂസ് ടുവിന് പകരം വുഡ് ഇട്ടു. ഷീ വുഡ് ടേക്ക് ട്യൂഷൻസ് ഇൻ ദി ഈവനിങ്സ്. ഇത് ശരിയാവില്ലല്ലേ? എന്നാൽ ഇതോ, വെൻ ഷി വാസ് എ ടീച്ചർ ഷീ വുഡ് ടേക്ക് ട്യൂഷൻസ് ഇൻ ദി ഈവനിങ്സ്. അവൾ ടീച്ചർ ആയിരുന്നപ്പോൾ എന്നുകൂടെ നമ്മൾ ചേർത്തു, അത്രേ ഉള്ളൂ. ഇപ്പൊ ഈ സെന്റൻസ് ശരിയാണോ? ശരിയാണ്. കാരണം സാഹചര്യം നമ്മൾ പറഞ്ഞു വുഡിന്റെ കൂടെ. വെൻ ഷി വാസ് എ ടീച്ചർ ഷീ വുഡ് ടേക്ക് ട്യൂഷൻസ് ഇൻ ദി ഈവനിങ്സ്. അപ്പോൾ ഇതോ, വെൻ ഷി വാസ് എ ടീച്ചർ ഷീ യൂസ് ടു ടേക്ക് ട്യൂഷൻസ് ഇൻ ദി ഈവനിങ്സ്. ഇതിനൊരു സംശയവും വേണ്ട, ഈ സെന്റൻസും ശരിയാണ്. അപ്പൊ ഇതുവരെ നമ്മൾ കണ്ട ഉദാഹരണങ്ങളിലെല്ലാം അങ്ങനെ ചെയ്തിരുന്നു എന്നാണ് കണ്ടത്. ഓർക്കുന്നല്ലോ, ബാബു ക്രിക്കറ്റ് കളിച്ചിരുന്നു, അമ്മ ദിവസവും വിളിച്ചിരുന്നു, അവൾ ട്യൂഷൻ എടുത്തിരുന്നു, ഇങ്ങനെ. അപ്പൊ ഇവിടെയൊക്കെ നമുക്ക് യൂസ് ടു ഉപയോഗിക്കാം, വുഡും ഉപയോഗിക്കാം. ഇനി പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണേ. ഈ യൂസ് ടു എന്ന് പറയുന്നത് പണ്ട് ചെയ്തിരുന്ന കാര്യത്തെ കൂടാതെ പണ്ടത്തെ ഒരു സ്ഥിതിയെ പറ്റിയും പറയാനായിട്ട് ഉപയോഗിക്കാറുണ്ട്. അതായത് അങ്ങനെയായിരുന്നു എന്ന് പറയാനായിട്ട്. ഷീ യൂസ് ടു ബി വെരി ഷൈ. അവള് പണ്ട് ഭയങ്കര നാണം കുടുങ്ങിയായിരുന്നു. കണ്ടല്ലോ, അങ്ങനെയായിരുന്നു. ഹീ യൂസ് ടു ഹാവ് എ ലോട്ട് ഓഫ് ഫ്രണ്ട്സ്. അവന് നേരത്തെ ഒരുപാട് കൂട്ടുകാരുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നു. ഇവിടെയൊക്കെ അർത്ഥം വരുന്നത് നേരത്തെ അങ്ങനെ ചെയ്തിരുന്നു എന്നല്ല, അങ്ങനെയായിരുന്നു, അങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് യൂസ് ടുവിന്റെ സ്ഥാനത്ത് വുഡ് ഉപയോഗിക്കാൻ പറ്റില്ല. അതായത് വെൻ ഷി വാസ് എ കിഡ്
ഷീ വുഡ് ബി ഷൈ എന്ന് പറയത്തില്ല. അപ്പൊ നമുക്ക് പറയാം, വെൻ ഷി വാസ് എ കിഡ് ഷീ യൂസ് ടു ബി ഷൈ ആൻഡ് ഷീ വുഡ് ഹൈഡ് ഇൻസൈഡ് ദ കബേർഡ്. അവൾ കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ അവൾ നാണം കുണുങ്ങിയായിരുന്നു, അവൾ അലമാരയ്ക്കുള്ളിൽ ഒളിച്ചിരിക്കുമായിരുന്നു. ചെറുപ്പത്തിൽ അവളുടെ അവസ്ഥ, അതായത് നാണം കുണുങ്ങിയായിരുന്നു എന്ന് പറയാനായിട്ട് യൂസ് ടു തന്നെ ഉപയോഗിക്കണം. എന്നാൽ ചെറുപ്പത്തിൽ അവൾ എന്ത് ചെയ്യുമായിരുന്നു, അതായത് അലമാരയിൽ ഒളിച്ചിരിക്കുമായിരുന്നു എന്ന് പറയാനായിട്ട് വുഡോ യൂസ് ടുവോ ഉപയോഗിക്കാൻ പറ്റും. വെൻ ഷി വാസ് എ കിഡ് ഷീ യൂസ് ടു ബി ഷൈ ആൻഡ് ഷീ വുഡ് ഹൈഡ് ഇൻസൈഡ് ദ കബേർഡ്. ഓർ വെൻ ഷി വാസ് എ കിഡ് ഷീ യൂസ് ടു ബി ഷൈ ആൻഡ് ഷീ യൂസ് ടു ഹൈഡ് ഇൻസൈഡ് ദ കബേർഡ്. മനസ്സിലായല്ലോ? അപ്പൊ ഇന്ന് നമ്മൾ കണ്ടു, പണ്ടിങ്ങനെ പതിവായി ചെയ്യുമായിരുന്നു എന്ന് പറയാനായിട്ട് വുഡും യൂസ് ടു ഉപയോഗിക്കാം. പക്ഷെ വുഡ് ഉപയോഗിക്കുമ്പോൾ ഏത് സാഹചര്യം എന്ന് പ്രത്യേകം പറയേണ്ടി വരും. അതുപോലെ പണ്ട് അങ്ങനെ ആയിരുന്നു എന്ന് പറയണമെങ്കിൽ നമുക്ക് യൂസ് ടു മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, വുഡ് പറ്റില്ല. ക്ലിയർ ആയല്ലോ? ഈ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടോ? ഇനി നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ. അവൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അവൻ ഒരുപാട് കൂട്ടുകാരുണ്ടായിരുന്നു. എന്നും വൈകിട്ട് അവൻ അവരുടെ കൂടെ കളിക്കുമായിരുന്നു. ഓർക്കണേ, ഇത് രണ്ടും അവൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തെ പറ്റിയാണ്, ഇപ്പോഴത്തെ കാര്യമല്ല. അപ്പോ ഇവിടെ വുഡ് വരുമോ യൂസ് ടു വരുമോ, അതോ വുഡും വരാം യൂസ് ടുവും വരാം എന്നാണോ നിങ്ങളുടെ അഭിപ്രായം? അപ്പൊ ഇതൊന്ന് കമന്റിൽ ഇടുമല്ലോ. ഇതുപോലെ നല്ലൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. ക്ലാസ്സുകൾ മുടങ്ങാതെ കിട്ടാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടല്ലോ. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് ചാനൽ. സീ യു സൂൺ.